the back and forth has got me so messed up. Don't ignore the signs. We've had enough of the whole damn thing that we got going. You hold the strings without me knowing. Why do മ്യൂസിക് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവുകയില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഖാന, സ്പോട്ടിഫൈ, അതുപോലെ തന്നെ യൂട്യൂബ് മ്യൂസിക്, ഇതിൻ്റെയൊക്കെ പ്രീമിയം മെമ്പർഷിപ്പ് ഇല്ലാതെ തന്നെ ഇതിൻ്റെ ഒട്ടുമിക്ക ഒരു ഫീച്ചേഴ്സും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ ഒരു പ്രീമിയം മെമ്പർഷിപ്പും ഇല്ലാതെ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയ ഒരു പുതിയ ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുന്നത്, YMusic. എല്ലാവർക്കും ദ ആർട്ട് ഓഫ് ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്ന ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഓൺലൈൻ മ്യൂസിക് സ്ട്രീമിംഗ് ആപ്ലിക്കേഷനകത്ത് നമ്മൾ പ്രീമിയം മെമ്പർഷിപ്പ് ഇല്ലാതെ നമുക്കൊന്നും സാധ്യമല്ല. ഇതിപ്പം ഡൗൺലോഡ് ചെയ്യാനോ അങ്ങനെയൊന്നും സാധിക്കില്ല. അപ്പം ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു YMusic എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ YMusic എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ലേഔട്ടാണ് കാണുന്നത്. അതിൽ സോങ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനുള്ളിൽ നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്തിട്ടുള്ള സോങ്സ് കാണാൻ സാധിക്കും. അതിൽ ഡിസ്കവർ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ യൂട്യൂബിനെ ബേസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ടോപ്പ് ട്രാക്സ് ഓഫ് ഇന്ത്യയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ റീജിയനെ ബേസ് ചെയ്തിട്ടാണ്, നമുക്ക് കേരളത്തിൽ നിന്നായതുകൊണ്ട് നമ്മുടെ റീജിയനെ ബേസ് ചെയ്തിട്ടുള്ള ഓൺലൈൻ മ്യൂസിക് സ്ട്രീമിങ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ട്രെൻഡിങ് കാണാൻ പറ്റും. അപ്പം ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ളത് വെച്ചിട്ടുള്ള മ്യൂസിക്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ സൈൻ ഇൻ വിത്ത് യൂട്യൂബ്, നമ്മൾ അക്കൗണ്ട് യൂട്യൂബ് വെച്ച് സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് യൂട്യൂബ് സൈൻ ഇൻ ചെയ്തു. അതിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസ്, അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് യൂട്യൂബിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല എൻ്റെ റെക്കമെൻഡേഷൻസ്, എൻ്റെ യൂട്യൂബിന് സെർച്ച് ചെയ്ത് ബേസ് ചെയ്തിട്ടുള്ള റെക്കമെൻഡേഷൻസ് കാണാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സോങ് സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന അതേപോലെ തന്നെ ടോപ്പ് വ്യൂസ് ഉള്ള സോങ്സാണ് ഏറ്റവും ആദ്യം വരുന്നത്. നമുക്ക് കാണാൻ സാധിക്കും 72 മില്യൺ വ്യൂസ് ഉള്ള സോങ്സ് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ അതിലൊരു സോങ് പ്ലേ ചെയ്തു നമുക്ക് നോക്കാം. അപ്പം നമ്മളൊരു സോങ് സെലക്ട് ചെയ്തു, നമ്മൾ സോങ് പ്ലേ ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് ഇല്ലാതെ നമുക്ക് സോങ് ഡൗൺലോഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുകളിലെ ഈ ഡൗൺ ആരോ മാർക്കിൽ പ്ലേ ചെയ്യുന്നുണ്ട് സോങ്. ഈ ഡൗൺ ആരോ മാർക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സോങ് ഡൗൺലോഡ് ചെയ്യാനുള്ള പലതരം ഫോർമാറ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. MP3 320 kbps, അതേപോലെ തന്നെ MP3 256 kbps. അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റും കൂടെ നമുക്കിവിടെ കാണാൻ പറ്റും, 720p HD 480p. അപ്പോൾ ഈ വീഡിയോ അവൈലബിൾ ആയിരിക്കുന്നത് മാക്സിമം 720p HD ആയതുകൊണ്ട് മാക്സിമം 720p HD വരെ നമുക്ക് ഈ വീഡിയോ നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു വീഡിയോ സോങ്, അതായത് നമ്മളിതിനകത്ത് സോങ് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്കതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ക്രീനിൽ തൊട്ട് മുകളിൽ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞ ഐക്കൺ സെലക്ട് ചെയ്തതിന് ശേഷം ഓട്ടോ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആ മ്യൂസിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. അതിപ്പം വീഡിയോ സോങ് ആണെങ്കിൽ യൂട്യൂബിലൊന്നും കയറാതെ തന്നെ ഡയറക്റ്റ് ഈ ആപ്ലിക്കേഷനുള്ളിൽ തന്നെ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചറായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ വേണ്ട. ഇനി നമ്മൾ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കിട്ടും. അതിപ്പം AMOLED ഉണ്ട്, ഡാർക്ക് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഇതിന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ഒരു ഇക്വലൈസർ, ഇൻബിൽറ്റ് ഇക്വലൈസർ തന്നെയുണ്ട്. ഈ ഇക്വലൈസർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫോണിൻ്റെ ഇക്വലൈസറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ പ്ലേ വീഡിയോ ഇൻ ഡിഫോൾട്ട് ഉണ്ട്. നമുക്കിപ്പം മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ തന്നെ വീഡിയോ ഡയറക്റ്റ് പ്ലേ ചെയ്യണമെങ്കിൽ പ്ലേ ഉണ്ട്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഈ സെറ്റിങ്സിനുള്ളിൽ തന്നെ കാണാൻ സാധിക്കും. ഇപ്പം ഷോ ആൽബം ആർട്ട് ഓൺ ലോക്ക് സ്ക്രീൻ, സേവ് ഡാറ്റ ടു ലോഡ് ഫാസ്റ്റർ, അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ്. അടുത്ത് എന്ന് പറയുന്നത് ഡൗൺലോഡ്സ്. നമ്മൾ ഡൗൺലോഡ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ്സിന് നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എത്ര ടാസ്ക് ആയിട്ട് നമുക്ക് ഓരോ ഡൗൺലോഡിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് സോങ് പ്ലേ ചെയ്ത് നോക്കാം. സോങ് പ്ലേ ചെയ്ത് സ്ക്രീൻ ഓഫ് ആക്കിയതിന് ശേഷം സ്പീക്കർ കിറ്റിൽ കൂടെ നമുക്കിപ്പോൾ സോങ് പ്ലേ ചെയ്യുന്നത് കാണാം. അപ്പോൾ
യാതൊരു തരത്തിലുള്ള പ്രീമിയം മെമ്പർഷിപ്പോ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒട്ടുമിക്ക എല്ലാ ഓൺലൈൻ സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സും പാക്ക് ചെയ്ത് വരുന്ന ഒരു സിമ്പിൾ ഫ്രീ ആപ്ലിക്കേഷനാണ് YMusic എന്ന് പറയുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.